അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ബാക്കി എൻ്റെ നാട്ടുകാർ, ഇന്ന് നാം പറയാൻ പോകുന്നത് പള്ളി ദർസിനെ പറ്റിയാണ്. പള്ളി ദർസുകൾ ഏകദേശം 14 നൂറ്റാണ്ടുകളായി ലോകത്ത് നിലവിൽ വന്നിരുന്നു. ശേഷം മദീനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 100 കൂട്ടം സങ്കടങ്ങൾ ഉണ്ടായിട്ടും ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് ഒരു പള്ളി ദർസ് ഉണ്ടാക്കുകയാണ്. അതായിരുന്നു പള്ളി ദർസിന്റെ തുടക്കം. മുഹാജിറുകളും അൻസാരികളുമായിരുന്നു അവിടുത്തെ പഠിതാക്കൾ. മുഴുവൻ സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ പകർത്തിയെടുത്ത് പുറം ലോകത്ത് അറിയിക്കുക എന്നതായിരുന്നു അവിടെ ഉദ്ദേശം. അതിൽ പ്രമുഖരായിരുന്നു അബൂ ഹുറൈറ തങ്ങൾ. മുഹാജിറുകളുടെ ഭക്ഷണ ചിലവെല്ലാം അൻസാരികളായിരുന്നു വഹിച്ചത്. വിശപ്പിന്റെ കാഠിന്യം വകവെക്കാതെ പ്രവാചക ശിഷ്യർ കാവൽ നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർസിന് സമാനമായ മറ്റൊരു ദർസും ഇന്നേ വരെ ലോകത്തുണ്ടായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ള കാലത്ത് തന്നെ കേരളത്തിൽ ദർസ് സംവിധാനം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ രീതിയിലായിരുന്നു സ്വഹാബികൾ കേരളത്തിലേക്കും ദർസ് പഠനം കൊണ്ടുവന്നത്. ആളുകളും കാലങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോഴും ലോകത്ത് പള്ളി ദർസുകൾക്ക് അസ്തമിച്ചെങ്കിലും കെടാവളക്കുകൾ നിന്ന് പ്രകാശിക്കുന്ന നാടാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.